നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമയായ ബേബി ഗേൾ തിയേറ്ററിൽ പോയി കണ്ടു. സിനിമ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. ഒരു ഒറ്റ ദിവസം നടക്കുന്ന ഒരു കഥയാണ് ഈ സിനിമ പറയുന്നത്. അരുൺ വർമ്മയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഓർഡിനറി ഫിലിം എന്ന് പറയാനായിട്ട് ഉള്ളതൊന്നും തോന്നിയില്ല. ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു ത്രില്ലറായിട്ട് തന്നെയാണ് ബേബി ഗേളും പുള്ളി എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ കഥാ തിരക്കഥയൊക്കെ എഴുതിയിരിക്കുന്നത് ബോബി സഞ്ജയാണ്. അവരുടെ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു ആ ഒരു ലെവലിലേക്ക് ഈ സിനിമ എത്തിയില്ല. ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഒരു ത്രില്ലർ സിനിമയാണെങ്കിലും ഒരു അൺഎക്സ്പെക്റ്റഡ് സംഭവം സിനിമയിൽ ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെയാണ് സിനിമയിൽ ഓരോ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ ഇതിലെ സ്ക്രീൻ പ്ലേ ആയാലും കുറച്ച് ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നി. ഒരു പുതുമ ഫീൽ ചെയ്തില്ല. പിന്നെ ഇതിലെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിവിൻ പോളിയാണ് മെയിൻ ക്യാരക്ടറായിട്ട് വന്നത്. നിവിൻ പോളിക്ക് അഭിനയിച്ച് തകർക്കാനുള്ള സീക്വൻസും കാര്യങ്ങളൊന്നുമില്ല. പുള്ളി ജസ്റ്റ് ആ ഒരു ക്യാരക്ടറായിട്ട് നോർമലായിട്ട് ചെയ്തെന്നുള്ളൂ. പിന്നെ ഈ സിനിമയിൽ ഒരു അടിപൊളി പെർഫോമൻസ് എന്ന് പറയാനായിട്ട് സംഗീത് പ്രതാപിൻ്റെ ആണ്. പുള്ളിനെ നമ്മൾ കോമഡി റോളുകളിലാണ് കൂടുതലായിട്ട് കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ കുറച്ച് ഇമോഷണലി സീരിയസ് ആയിട്ടുള്ള റോളാണ്. പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ലിജോ മോള് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തിൻ്റെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. പിന്നെ ഉള്ളത് അഭിമന്യു ഷമി തെലുങ്കനാണ്. പുള്ളിയുടെ റോളും ഓക്കെ ആയിരുന്നു. പുള്ളി ആ യൂണിഫോമും കാര്യങ്ങളിലൊക്കെ നല്ല ലുക്കാണ്. പക്ഷേ പുള്ളിയുടെ പെർഫോമൻസ് കുറച്ചൊന്ന് സ്റ്റിഫായ പോലെ തോന്നി. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കണ്ടിരിക്കാവുന്ന ഒരു ത്രില്ലർ മൂവി ആയിട്ടാണ് ബേബി ഗേൾ എനിക്ക് അനുഭവപ്പെട്ടത്.